ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പിസ്ത ഷെല്ല് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിസ്ത ഷെല്ല് തന്നെയാണ്. ഇനി പിസ്ത കഴിച്ചോ ഷെല്ലൊന്നും കളയല്ലേ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഓരോ ഷെല്ലുകളായിട്ട് വെച്ച് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ചധികം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സെമി സർക്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് പീസാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുത്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ചധികം വൈറ്റ് എടുക്കുക. അതിലേക്ക് ഒരു ഡ്രോപ്പ് മാത്രം റെഡ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കളറാക്കി എടുക്കുക. റെഡിൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് ഷെയ്ഡ് കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഓരോ ഫ്ലവേഴ്സിനായി ഇതുപോലെ കളേഴ്സൊക്കെ കൊടുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഇപ്പം നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ആദ്യം കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിലേക്കും ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് കറക്റ്റായി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് ഫോം ഷീറ്റ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായും കൂടി ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇത് വാൾ ഹാങ്ങിങ് ആയിട്ടോ ടേബിൾ ഡെക്കോറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പിസ്ത ഷെല്ലൊക്കെ കിട്ടിയാൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോറാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. ഈ കാണുന്നത് നമ്മൾ ആദ്യം കാണിച്ച സ്ലോമോ വീഡിയോൻ്റെ ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.